ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ എന്നാണ് ചോദ്യം. പിയാസുനിൽ വലിയ നാണക്കേടായി എന്നാണ് എൻ്റെ അഭിപ്രായം സർക്കാരിനെ സംബന്ധിച്ച്. കാരണം ഇത് ആശയപരമായി ഈ അയ്യപ്പ സംഗമം നടത്തിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഞാൻ നേരത്തെയും മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം CPM പോലെ ഒരു പാർട്ടി അയ്യപ്പ സംഗമം പോലൊരു പരിപാടി നടത്താൻ പാടില്ലായിരുന്നു. അതിന് സർക്കാരും CPM നേതൃത്വം നൽകുന്ന സർക്കാരും അങ്ങനെ ഒരു നീക്കം നടത്താൻ പാടില്ലായിരുന്നു. ഞാൻ നേരത്തെയും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ആ വിധി നടപ്പാക്കാൻ മുന്നോട്ട് വന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അന്ന് ധീരമായി തീരുമാനമെടുത്തു. അതിനുവേണ്ടി നവോത്ഥാനം അതിലൊക്കെ തന്നെ തീർത്തുകൊണ്ട് വലിയ ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. അതിൻ്റെ തിരിച്ചടി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടതുമാണ്. പക്ഷേ പിന്നീട് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വിശ്വാസികൾക്കെതിരാണ് CPM, വിശ്വാസികൾക്കെതിരാണ് ഇടതുപക്ഷ സർക്കാർ എന്നൊരു തോന്നലുണ്ടായി. ആ തോന്നൽ മറികടക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നു ഈ അയ്യപ്പ സംഗമം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ആ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം വലിയ പിഴവായിരുന്നു. ആശയപരമായി രാഷ്ട്രീയപരമായി CPMന് അത് ഗുണം ചെയ്തില്ല എന്ന് നമുക്കിപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. ഏതായാലും അയ്യപ്പ സംഗമത്തിൻ്റെ തുടർച്ചയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വരുന്നത്, വലിയ ആരോപണം വരുന്നത്, CPM നേതാക്കൾ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ആ വിഷയത്തിലൊക്കെ അന്വേഷണം ശക്തമായി നടക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ശബരിമല തിളച്ചു മറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കണക്കുകളിലെ പൊരുത്തക്കേട് സംബന്ധിച്ച് വരുന്നത്. കാരണം ഇക്കാര്യത്തിലൊക്കെ ഇതിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം കൃത്യമായി നമുക്കത് പറയാൻ പറ്റില്ല. കോടതി പറഞ്ഞിട്ടില്ല, അന്വേഷണ സംഘം പറഞ്ഞിട്ടില്ല. ഇതൊരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. ഈ കണക്കുകൾ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതിപ്പോൾ കമ്മീഷൻ ഹൈക്കോടതിയുടെ മുൻപാകെ നൽകിയിരിക്കുന്നു. കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറയുന്നു. അതിന് മറുപടി ചോദിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ അത് ദേവസ്വം ബോർഡ് മറുപടി നൽകുമായിരിക്കും. അപ്പോഴറിയാം ഇതിലെന്തെങ്കിലും പൊരുത്തക്കേട് നടന്നിട്ടുണ്ടോ, ക്രമക്കേട് നടന്നിട്ടുണ്ടോ, ഇനിയിപ്പോൾ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ നമുക്ക് തോന്നും. അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ഇപ്പോൾ ഒരുപാട് നിങ്ങളെല്ലാവരും കുറേ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അതായത് 3000 പേർ ഭക്ഷണം കഴിച്ചെന്ന കണക്ക്. പക്ഷേ 500 പേരെ കഴിച്ചിട്ടുള്ളൂ. അതുപോലെ ഉച്ചയ്ക്ക് 5000 പേർക്ക് ഭക്ഷണം, 8.5 ലക്ഷം ചിലവെന്ന് കണക്കിൽ പറയുന്നു. അതുപോലെ തന്നെ സർക്കാർ കണക്ക് പ്രകാരം ആകെ 4000 പേർ മാത്രമേ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പം ഈ പങ്കെടുത്ത ആളുകൾ സംബന്ധിച്ച അവ്യക്തതയുണ്ട്, അവിടെ ചിലവാക്കിയ പണം സംബന്ധിച്ച അവ്യക്തതയുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലുകൾ, അതിൻ്റെ ടാക്സ്, ഇതൊക്കെ സംബന്ധിച്ചിപ്പോൾ കോടതിക്ക് സംശയം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് സാമ്പത്തികമായി അവർക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ്. അവർക്ക് പൈസ റീക്യൂപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കണക്കുകൾ വരട്ടെ. ഒരു കാര്യം കൂടെ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കണക്ക് മുഴുവൻ കഴിഞ്ഞിട്ട് ഓഡിറ്റർ ആളോട് ക്ലയന്റിനോട് ചോദിക്കും ഇത്രയും കുഴപ്പങ്ങളുണ്ട്, ഇത് എങ്ങനെയാ ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിട്ടില്ല. ഇല്ല, അതിപ്പോൾ നമ്മൾ കോടതിയിൽ വന്നല്ലോ. അല്ലല്ല, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത് ചോദിച്ചില്ല. ഫെയിലിയർ വന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ തന്നെ ഈ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന ഓഫീസിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു സംശയമില്ല. ഈ 5 കോടിയിലേക്ക് ചുരുക്കാനുള്ളൊരു കാര്യം നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞല്ലോ. അത് ഈ കണക്ക് എവിടെയും കൂട്ടിച്ചേർത്തൊരു എവിടെയും കൊണ്ടുപോയി 2 വരെ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ നീക്കം ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ എസ്റ്റിമേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. എസ്റ്റിമേഷൻ നടക്കുന്നതിന് മുമ്പല്ലേ, നമ്മളൊരു പരിപാടി നടത്തുന്നതിന് മുമ്പല്ലേ എസ്റ്റിമേഷൻ റിവൈസ് ചെയ്ത് ബില്ല് ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വയനാട് സമയത്ത് കേന്ദ്രത്തിന് കൊടുത്ത കണക്കിലും ഈ എസ്റ്റിമേഷൻ നമ്മൾ കേട്ടിരുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സുനിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, 5000 പേർക്ക് ഫുഡ് വേണം, 3000 പേരെ പങ്കെടുത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊരു ഒരു മിനിറ്റ് 5000 പേരെ വിളിക്കുകയാണ്. നമ്മൾ 5000 പേരെ കല്യാണം വിളിക്കുന്നു. നമുക്ക് 3000 പേരെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് 5000 പേരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അത് കുഴിച്ചിട്ടോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് 5000 കൂടി എക്സ്പെൻസ് ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് കോൺട്രാക്ട്. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഒരാളെങ്കിലും സബ്സിഡിയിലേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏജൻസി കൊടുക്കുകയാണ്. അവരോട് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ കാര്യം നോക്കിയാൽ മതി. 7000 ആൾക്കാർ പങ്കെടുക്കേണ്ട പരിപാടി, 7000 ആൾക്കാർക്ക് പങ്കെടുക്കേണ്ട പന്തൽ ഉണ്ടാക്കണം, അതിനുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം, അവർക്ക് അതിന് സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കണം. അതാണ് കണക്ക്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അത് 4000 ആൾക്കാരെ പങ്കെടുത്തിട്ടുള്ളൂ, 5000 ആൾക്കാർ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടേ കുഴിച്ചിട്ട്, ഞാൻ പറഞ്ഞ ഫുഡ് കുഴിച്ചിട്ടുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ എന്താണ് എക്സ്പെൻസ് 5000 തന്നെയാണ്. പക്ഷേ ഇതിലൊരു കാര്യം, ഇതൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ
സുതാര്യതയില്ല എന്ന് എന്ന് എഴുതി വെക്കുന്ന കോടതി- സാഹചര്യം എന്ന് ഉണ്ടായി. കോടതിക്ക് അത് നിരീക്ഷിക്കേണ്ടി കോടതി വരും. മുമ്പിലേക്ക് അതൊക്കെ വന്നു. ശരിയാണ് ഞാൻ അതിനെ ഞാൻ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി അതിനു വേണ്ടിയിട്ടാണ് 11/9 ഈ ഉത്തരവിറക്കിയത് എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയിൽ ഉണ്ടാകണമെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് കോടതി ആ നിർദ്ദേശം നൽകിയത്. അത് കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞതിന്റെ പേരിലാണ് സംഗമം നടന്നത്. അതുപോലെ 21-ാം തീയതി ആ ഡോക്യുമെന്റ്സ് ദേവസ്വം ബോർഡ് കൊടുക്കുകയും വേണം. ഇതിന് കൃത്യമായ വിശദീകരണം കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. കൊടുക്കട്ടെ, 21-ാം തീയതിക്ക് ശേഷം നമുക്ക് ഇതിലൊരു തീർപ്പിലേക്ക് എത്താം. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിന് ഒരു റോളുണ്ട്. അതെ. Meet the editors.